കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്ന വേളയിൽ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ ദൈവവചനവുമായി കടന്നു വന്ന് കർത്താവിൻ്റെ വചനം വിളംബരം ചെയ്യുവാൻ ഒരവസരം കൂടെ ലഭിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശിഷ്യ ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ റോസ് ഫാമിലിയുടെ ചീഫ് അഡ്മിനായിരിക്കുന്ന റോസിൽ സിസ്റ്ററിനും കുടുംബത്തിനും മറ്റ് അഡ്മിന്മാർക്കും ശുശ്രൂഷകളിൽ ഭാഗവാക്കാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക വന്ദനം ഈ തരുണത്തിൽ അറിയിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുക. നമുക്കറിയാം, കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കലങ്ങി മറിയുന്ന കടൽ പോലെ ഒരെത്തും പിടിയുമില്ലാത്ത നിലയിൽ പ്രകൃതിക്ക് വലിയ മാറ്റങ്ങൾ, സാഹചര്യങ്ങൾ അനുകൂലമാകുമെന്ന് കരുതുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികളൊക്കെ ഇന്ന് മനുഷ്യ സമൂഹം ഒരുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുക. നമുക്കറിയാം, അമേരിക്കയിലുണ്ടായ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കവും പേമാരിയുമൊക്കെ നിമിത്തം അനേകരെ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയ വാർത്തകൾ നാം അറിയുകയുണ്ടായി. ആ നിലകളിൽ പെട്ടെന്നുണ്ടാകുന്ന സംഭവങ്ങൾ ഇന്ന് മനുഷ്യനെ ഞെട്ടിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. ആ നിലകളിലുള്ള പ്രതിസന്ധികളിലൂടെ ലോകം ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരെത്തും പിടിയും ആർക്കും കിട്ടുന്നില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. കുലങ്കുഷമായി അതിനെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും അതിനൊരു പരിഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന അനവധി നേതാക്കന്മാർ നമുക്കുണ്ട്. പക്ഷേ പല കാര്യങ്ങളും അവരുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പരിഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ വന്ന് കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മേൽ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മുന്നേറ്റമോ ഒരു വിടുതലോ ഒക്കെ എടുക്കാൻ കഴിയാത്ത നിലയിൽ സാഹചര്യങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അർത്ഥാൽ നാം ഏവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള ഈ കാലയളവിൽ വാസ്തവത്തിൽ മനുഷ്യന് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിരവധി പ്രതിസന്ധികൾ ഒന്നോടൊന്ന് മനുഷ്യ സമൂഹത്തിന് നേരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഇതിൻ്റെ എല്ലാം ഉത്തരം നൽകുന്ന, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമുണ്ട്. അതാണ് വിശുദ്ധ ബൈബിൾ അഥവാ ദൈവത്തിൻ്റെ വചനം. വചനത്തിലൂടെ നാം കയറി ഇറങ്ങിയാൽ നമ്മോട് സംസാരിക്കും വചനം. അത് ത്രികാലജ്ഞനായ ദൈവം, കാലാതീതനായ ദൈവം, കാലങ്ങൾക്കപ്പുറത്ത് നമുക്കറിയാം അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നവൻ. ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത മഹത്തരമായ ആ സന്ദേശങ്ങളാണ് മനുഷ്യനായ നമുക്ക് വേണ്ടി ദൈവം നൽകി തന്നിരിക്കുന്നത്. ഉന്നതവും ഉദാത്തവും, ഒന്നുകൂടെ പറഞ്ഞാൽ ആദി എന്ന് നാം ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം പുറകോട്ട് പോകാമോ അതിനപ്പുറത്ത് അനാദിയായും, എന്നൂടെ പറഞ്ഞാൽ എവർ ലാസ്റ്റിംഗ്, എത്രത്തോളം നാം പുറകോട്ട് പോകുമോ അതിനെല്ലാം അപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ദൈവമായിരുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് മോശ 90-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ, നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അപ്പം മനുഷ്യനെ കുറിച്ച് തന്നെ മോശ ആ ദൈവം അനാദിയായി ശാശ്വതമായി ദൈവമായിരിക്കുമ്പോൾ മനുഷ്യനെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് പറയുന്നു,
നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരെന്നും അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അനാദിയും ശാശ്വതവാനുമായ ദൈവത്തിന്റെ മുൻപിൽ മർത്യൻ കേവലം പൊടിയാണ് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ നിലകളിലുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ നിത്യസത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സകലരോടും തന്റെ വചനത്തിലൂടെ ഹൃദ്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിടിച്ചാൽ പിടികിട്ടാത്ത വിഷയങ്ങൾ, നിന്നെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലായി നാളുകളായി പല നിലകളിൽ ആഗ്രഹിച്ചിട്ടും പ്രതിസന്ധികളെ ഒന്ന് കരകയറുവാൻ കഴിയാതെ ജീവിതത്തിൽ നിരാശയോടും ദുഃഖത്തോടും കൂടെ എവിടെ എത്തുമെടും, എങ്ങനെ മുന്നേറുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യ പോലും പലപ്പോഴും ചിന്തിക്കുന്ന ജീവിതങ്ങളുണ്ടെന്നാൽ ഞങ്ങൾ വ്യക്തമായി പറയുന്നു, ആ നിലകളിൽ മനുഷ്യനെ മതിക്കുന്ന ദോഷകരവും വേദനാജനകവുമായ പ്രതിസന്ധികളുടെ നടുവിൽ ആശ്വാസം നൽകുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വചനത്തിന്റെ സത്യങ്ങൾ ശക്തമായി റോസ് ഫാമിലിയിലൂടെ മിക്കവാറും ദിവസങ്ങളിൽ വിളംബരം ചെയ്യുന്നത്. ദൈവദാസിദാസന്മാർ മാറ്റമില്ലാത്ത സത്യങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിന്റെ കാരണം, ഈ വചനം എവിടെയൊക്കെ കയറിയിട്ടുണ്ടോ അവിടെയെല്ലാം വിടുതൽ നടന്നിട്ടുണ്ട്. ഈ വചനത്തിന് ആരിടം കൊടുത്തിട്ടുണ്ടോ ജീവിതം മാറിയിട്ടുണ്ട്. അവരുടെ പ്രതിസന്ധികളുടെ നടുവിൽ അവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അല്ല, അവരുടെ ആത്മാവിലും ശരീരത്തിലും അവർക്ക് ബലപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സായാഹ്ന വേളയിലും ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾക്കൊരു വിടുതലിന് കാരണമാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു പ്രാവശ്യം കൂടെ വന്ദനമറിയിക്കുന്നു. 84-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. 150 സങ്കീർത്തനങ്ങൾ. ഒരിക്കലൊരു സഭാപിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, വിലാപങ്ങൾ എന്ന് പറയുന്ന സങ്കീർത്തനത്തെ പോലൊരു പുസ്തകം ഈ ബൈബിളിലുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിലാപങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന് 5 അധ്യായമേ ഉള്ളൂ. പക്ഷേ 150 സങ്കീർത്തനങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 5 അധ്യായമേ ഉള്ളൂ വിലാപങ്ങൾ. ജീവിതത്തിന്റെ വിലാപം എന്ന് പറയുന്നത് അധ്യായം വളരെ കുറച്ചേ ഉള്ളൂ, 5 ഉള്ളൂ. പക്ഷെ ജീവിതത്തിൽ സങ്കീർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ. കാരണം വിലപിക്കുന്നവരെ, കരയുന്നവരെ ആശ്വസിപ്പിക്കുന്ന, കൈപിടിച്ചു താങ്ങുന്ന, കണ്ണുനീര് തുടയ്ക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് സങ്കീർത്തനങ്ങളിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം പലയിടങ്ങളിൽ സങ്കീർത്തനങ്ങളിൽ മുഴങ്ങിക്കേൾക്കാം. പക്ഷെ എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് വ്യക്തമായി ഈ സങ്കീർത്തനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സവിസ്താരമായി വിസ്തരിക്കുവാൻ നമ്മുടെ മുൻപിൽ സമയം പോരല്ലോ. അതുകൊണ്ട് തന്നെ ഈ 84-ാം സങ്കീർത്തനത്തിലേക്ക് തന്നെ ഞാൻ വരികയാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് 1-2 ചിന്തകൾ പറഞ്ഞ് നമുക്ക് വിഷയത്തിലേക്ക് കയറാം. കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് 84-ാം സങ്കീർത്തനം. കോരഹ് പുത്രന്മാരുടെ ആ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്. കോരഹ്, ദാദാൻ, അബീരാം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ നടുവിലെ സംഘപ്രമാണികൾ, ഒന്നുകൂടെ പറഞ്ഞാൽ കുടുംബപരമായും എല്ലാം കൊണ്ടും പ്രമാണികളായ ജനരാണ് കോരഹ്, ദാദാൻ, അബീരാം. ഇങ്ങനെയുള്ളവര് ഒരിക്കൽ മോശയോട് മത്സരിച്ചു. മോശയോട് ചോദിച്ചു, നിനക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ അരുളപ്പാട്? നീ മാത്രമാണോ പ്രവാചകൻ? ഞങ്ങളുടെ പ്രവചിച്ചാൽ എന്നാ, ഞങ്ങളുടെ സംസാരിച്ചാൽ എന്നാ, ദൈവം ഞങ്ങളിലൂടെയും അരുളി ചെയ്യുകയില്ലേ
എന്നൊക്കെ ചോദിച്ച് മോശയോട് മത്സരിച്ചൊരു സന്ദർഭമുണ്ട്. അങ്ങനെ മത്സരിച്ച് ഇവരുടെ ആ പ്രമാണിത്വമൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം, ഏതായാലും വേണ്ടുമില്ല, മോശയോട് ഇവർ എന്ത് ചെയ്തു? കണ്ടമാനം അങ്ങോട്ട് കയർത്ത് സംസാരിച്ചു. ദൈവത്തിന് അത് അത്ര സന്തോഷകരമായി തോന്നിയില്ല. അത് പല പ്രാവശ്യമായപ്പോൾ ദൈവം അവർക്കൊരു മാനസാന്തരത്തിന് അവസരം കൊടുത്തു കാണാം. പക്ഷേ അവരതിനെക്കുറിച്ച് അനുദപിക്കുകയോ ആ വിഷയത്തിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാതെ തുടർമാനമായി മോശയോടും അഹരോനോടുമൊക്കെ ഇവർ ശക്തമായി വാദിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഈ കോരഹ്, ദാഥാൻ, അബീരാം എന്ന് പറയുന്ന ഈ പ്രമാണികൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, അവരുടെ മേലൊരു ന്യായവിധി ഞാൻ അയക്കാൻ പോകുകയാണ്. എന്താ ന്യായവിധി? അവരുടെ കൂടാരങ്ങളെ ഭൂമി വിഴുങ്ങും, തീ അവരുടെ വീടുകളെ എന്ത് ചെയ്യും? കത്തിക്കും. തീയും അപ്പൊ തന്നെ ഭൂമി വിഴുങ്ങി അവർ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകും. ആ നിലകളിൽ ഒരു ന്യായവിധി അവർ ദൈവത്തിനും മോശയ്ക്കുമൊക്കെ വിരോധമായി സംസാരിച്ചതിന്റെ ഫലമായി ആ കൂടാരത്തിന് നേരെ ഉണ്ടാകുക. ഇങ്ങനെ ന്യായവിധി ഉണ്ടാകുമ്പോൾ ഈ കോരഹ്, ദാഥാൻ, അബീരാം എന്ന് പറയുന്ന ഈ സംഘപ്രമാണികളുണ്ടല്ലോ, ഈ ന്യായവിധിക്കകത്ത് ഭൂമിക്കടിയിലേക്ക് ഭൂമി അവരെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കോരഹിന്റെ പുത്രന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അവിടെ നിന്ന് ഓടി 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 വന്ന് ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ കൊമ്പിൽ കയറി പിടിച്ചു. യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ചാൽ സുരക്ഷിതത്വവും വിടുതലും ഉണ്ട്. ആ യാഗപീഠത്തിന്റെ പ്രാകാരത്തിലുള്ള യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് അവര് മുകളിലേക്ക് നോക്കി ആ മനോഹരമായ ദൈവ സാന്നിധ്യത്തിന്റെ വിരിക്കപ്പെട്ട ചിറകുള്ള കെരുവിനെ ആ വിശുദ്ധ സ്ഥലത്ത് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ ഇവ കൊണ്ട് മനോഹരമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ അവരിങ്ങനെ പാടി, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. 84-ാം സങ്കീർത്തനം അവര് പാടിയത് അങ്ങനെയാണ് എന്നാണ് നമുക്ക് ആ ചരിത്രപരമായി പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അവരുടെ പിതാക്കന്മാരെല്ലാം ദൈവത്തോട് മത്സരിച്ച് ന്യായവിധി ഏറ്റുവാങ്ങി ഭൂമി അവരെ വിഴുങ്ങിയപ്പോൾ കോരഹിന്റെ പുത്രന്മാര് പറഞ്ഞു, ഞങ്ങൾ അതിന് കൂട്ടു നിൽക്കത്തില്ല. ദൈവത്തിന് വിരോധമായി സംസാരിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾ കൂട്ടു നിൽക്കത്തില്ല. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സന്ധിയിലേക്ക് ഞങ്ങൾ ഓടിപ്പോവുകയാണെന്ന് പറഞ്ഞ് അവർ ഓടി ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ വന്ന് പിടിച്ചു. സ്വന്തം അപ്പനല്ലേ പാതാളത്തിലേക്ക് ഇറങ്ങുന്നത്? അതെ, പക്ഷെ അപ്പനാണെങ്കിൽ ശരി, ന്യായമല്ലാത്ത കാര്യത്തിന് കൂട്ടു നിൽക്കുവാൻ ഈ കോരഹിന്റെ പുത്രന്മാർക്ക് തയ്യാറില്ല. അവര് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ പറയത്തില്ല. കാരണം ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾക്ക് അറിയാം. അവൻ ജീവനുള്ള ദൈവമാ, അത്ഭുതങ്ങളുടെ ദൈവമാ, ന്യായം വിധിക്കുമെന്ന് പറഞ്ഞാൽ വിധിക്കുന്ന ദൈവമാ. അതുകൊണ്ട് അപ്പന്മാര് മത്സരിക്കുന്ന പോലെ ഞങ്ങൾ മത്സരിക്കുകയില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ദൈവാരാധനയുടെ സ്ഥാനത്തേക്ക് ഓടിച്ചെന്ന് ആ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ അഭയം തേടും. ഒരു കാര്യം എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തോട് മത്സരിച്ച എത്രയോ പേർ ന്യായവിധിക്കിരയായപ്പോൾ കൃപയാൽ 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 ഈ യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ച് രക്ഷ പ്രാപിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയില്ലേ? ഇന്നും ദൈവത്തോട് മത്സരിച്ച്, ദൈവവചനത്തോട് മത്സരിച്ച് പാപത്തിലും ശാപത്തിലും കിടക്കുന്ന അനേകർ, സത്യമറിഞ്ഞിട്ടും വചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ കഴിയാതെ ശാപത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകർ, അതിന്റെ നടുവിൽ ആമേൻ ദൈവിക വചനത്തിന്റെ സത്യങ്ങളിലേക്ക് കടന്നു വന്ന് ആമേൻ യാഗപീഠമാകുന്ന ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ആ കൊമ്പിൽ പിടിക്കുവാൻ, ആ ആരാധനയിൽ ലയിക്കുവാൻ, ആ
ആത്മീയ അനുഭവങ്ങൾ, അകത്തലങ്ങളിൽ ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃപയാൽ മറ്റൊന്നും പറയാനില്ല. ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ആ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ശക്തിയോടെ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഈ കോരഹിന്റെ പുത്രന്മാർ, എനിക്ക് വലിയ സന്തോഷം തോന്നി. അവര് അപ്പന്മാര് പറഞ്ഞ ഒന്നും കേട്ടില്ല, എന്നാൽ ഞങ്ങൾ നിൽക്കുക കൂട്ടത്തിൽ, എന്നാ ദൈവം എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ട് നിന്ന് ദൈവത്തോടൊന്നും വാദിച്ചില്ല. കാരണം അവർക്കറിയാം ദൈവം പറഞ്ഞതാ. ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നില്ലെങ്കിൽ രക്ഷപ്പെടുകയല്ല. പാരമ്പര്യമായി ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾ അങ്ങനെയാ, ഞങ്ങൾ ഇങ്ങനെയാ, ഞങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഞങ്ങൾ ഇങ്ങനെ പോകൂ, ഞങ്ങൾ ഇതേ പറയൂ. എന്നാൽ ഇതിനകത്തു നിന്ന് സത്യത്തിലേക്ക് മുൻപോട്ട് വന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിക്കുവാൻ കഴിയുന്ന ചിലരുണ്ട്, പിടിച്ചാൻ കഴിയുന്ന ചിലരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ജീവിതങ്ങൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ന്യായവിധി ഒരു കൂട്ടം ആളുകളെ വിഴുങ്ങിയപ്പോൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട കോരഹിന്റെ പുത്രന്മാർ, അവർ ആ കൂടാരത്തിന്റെ മനോഹരത കണ്ടുകൊണ്ട് പാടിയതാ, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ഈ കൂടാരത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ പെട്ടെന്ന് പശ്ചാത്തലമായിട്ടൊന്ന് പറയാം. ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് നമുക്കറിയാം 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഇത് നീലനൂൽ, ധൂമ്രനൂൽ, പിരിച്ച പഞ്ഞിനൂൽ, ചുവപ്പ് നൂൽ, ഇങ്ങനെ മനോഹരമായ നൂലുകൾ കൊണ്ട് ഇതിനകത്ത് ചില ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും 48 പലകകൾ, കതിരമരം ചെത്തിയെടുത്ത മനോഹരമായ പലകകൾ കൊണ്ട് ഈ വിശുദ്ധ സ്ഥലം അലങ്കരിച്ച്, ഒന്നുകൂടെ പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലത്ത് കൃപാസനം, അതിന്റെ മീതെ കെരുവുകൾ, ഇങ്ങനെ മനോഹരമായ ഉപകരണങ്ങളൊക്കെ പ്രാകാരം തുടങ്ങി വിശുദ്ധ സ്ഥലം തുടങ്ങി അതിപരിശുദ്ധ സ്ഥലം വരെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുക. പക്ഷെ ഇതിന്റെ പുറമെ എന്താണെന്നറിയാമോ? തകശുതോലായിട്ടിരിക്കുന്നു. തകശുതോലിട്ടാണ് ഇതിന്റെ പുറം മൂടിയിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഒരു മലയിൽ അഥവാ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഈ സമാഗമന കൂടാരം കാണാൻ കഴിയുന്നത് ഒരു ശവപ്പെട്ടി കണക്കെയാണ്. അതെ, കാരണം കറുത്ത ഇരുണ്ട തകശുതോല് കൊണ്ടാണ് ഈ സമാഗമന കൂടാരം എന്ത് ചെയ്തിരിക്കുന്നത്? പുറമേ മൂടിയിരിക്കുന്നത്. പുറമേ നോക്കി അതിൻ്റെ മനോഹരത കാണാൻ കഴിയത്തില്ല. എന്നാൽ ഇതിനകത്ത് കയറിയവനെ ഇതിൻ്റെ മനോഹരത കാണാൻ കഴിയത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. ആരാധനയുടെ മനോഹരത കാണുന്നത് പുറമേ നിൽക്കുന്നവനല്ല. പുറമേ നിൽക്കുന്നവർ പറയൂടാ, പെന്തിക്കോസുകാർ എന്തൊരു ബഹളമാടാ, ഇവന്മാരങ്ങോട്ട് കൂടിക്കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ബഹളം, ആകപ്പാടെ ബഹളം. ഇവിടെ ഇതിനകത്തോട്ടൊന്ന് കയറണമെന്നേ, ഇതിനകത്ത് കയറിയെങ്കിലേ ഈ ബഹളം വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നിനക്ക് അറിയാൻ പറ്റൂ. ചുമ്മാ തന്നെ ബഹളം വെക്കുകയല്ലേ, അല്ല. ഞാൻ ഈ ഉത്സവപ്പറമ്പുകളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. പലയിടങ്ങളിൽ കർത്തൃ ശുശ്രൂഷ ചെയ്ത അവസരത്തിൽ പലയിടങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര ബഹളമാണ്, ഭയങ്കര ബഹളമാണ്. ഞാൻ ശ്രദ്ധിച്ചു, ആരെങ്കിലും ചുമ്മാ ബഹളം വെക്കുന്നുണ്ടോ? ഇല്ല. എന്താ അവിടെ നടക്കുന്നത്? ചിലർ വാങ്ങുന്നു, ചിലർ കൊടുക്കുന്നു, ചിലർ വിൽക്കുന്നു, ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. അല്ലാതെ ആരും അവിടെ ബഹളം വെക്കുന്നില്ല. പക്ഷെ ദൂരെ മാറി നിൽക്കുന്ന ഒരുത്തന് തോന്നുന്നു ഇതൊരു വല്ലാത്ത ബഹളമാ, എന്തൊരു ബഹളമാ. പക്ഷെ സ്നേഹിതരെ പറയട്ടെ, ഉത്സവപ്പറമ്പിൽ ഒരുവൻ ശ്രദ്ധിച്ചാൽ അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവിടെ എന്തുവാ, അവിടെ വേറൊരു പരിപാടി ഒന്നും നടക്കുന്നില്ല. ഇതുപോലെ ദൈവജനത്തിന്റെ നടുവിൽ എന്തൊരൊച്ചപ്പാടാന്ന് നിനക്ക് തോന്നിയാലും ഇതിനകത്ത് നടക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. സ്വർഗീയമായ കൃപകൾ ഇങ്ങോട്ട് വാങ്ങുന്നു, ദൈവത്തിന് കൊടുക്കേണ്ടത് അങ്ങോട്ട് കൊടുക്കുന്നു, ദൈവത്തിന് മഹത്വം അങ്ങോട്ട് കൊടുക്കുന്നു. അതെങ്ങനെ കൊടുക്കുന്നു? അത് ചുമ്മാ ഉറക്കം തൂങ്ങി കൊടുക്കുകയല്ല. അത് അകത്തലങ്ങളിൽ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെയാ ദൈവത്തിന് കൊടുക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാൽ ആ സ്തോത്രത്തിനൊരു ശക്തിയുണ്ട് കേട്ടോ. സ്തോത്രത്തിനൊരു സൂത്രമുണ്ടെന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെ സ്തോത്രത്തിനൊരു ശക്തിയുണ്ട്. കാരണം ആ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തുള്ളൂ. കാരണം നമ്മുടെ ദൈവം ആരാണ്
ആരാണെന്ന് അതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവർക്കാണ് അകത്തലങ്ങളിൽ സ്തോത്രം ചെയ്ത് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? ഈ സമാഗമന കൂടാരം പുറത്തു നിന്ന് നോക്കുന്ന ഒരുത്തന് ശവപ്പെട്ടി പോലെ തോന്നും, കാരണം തകശുതോലിട്ട് മൂടിയിരിക്കുക. പക്ഷെ അകത്ത് വന്ന ഒരുവനറിയാം ഇതിന്റെ അകത്തെ മനോഹരത എന്താണെന്ന്. ആമേൻ. ആരാധനയ്ക്കകത്ത് വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുറമേ നിന്നുകൊണ്ട് ഒത്തിരി അഭിപ്രായം പറയുന്നവരുണ്ട്. യേശു റോമൻ പടയാളിയുടെ മകനായിരുന്നെന്നും, ആമേൻ, യേശു വ്യഭിചാരപുത്രനാണെന്നും, യേശു അതിലെ ഇതിലെ പോയ ആളാണെന്നും, യേശുവിനെ കുറിച്ച് എത്ര അഭിപ്രായമാണ്. പക്ഷെ യേശു ആരാണെന്ന് അവനെ അനുഭവിച്ചറിയുന്നവർക്കറിയാം യേശു ആരാണെന്ന്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കർത്താവ് ചോദിച്ചു, എന്നെ കുറിച്ച് എന്താ ജനങ്ങൾ പറയുന്നത്? ചിലരെല്ലാം പറയുന്നു ഇരമ്യാവ്, ചിലർ പറയുന്നു ഏലിയാവ്, ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവൻ. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആമേൻ. ഉടനെ കർത്താവ് പറഞ്ഞു, നിനക്കിത് വെളിപ്പെടുത്തിയത് ഇവിടെ നിന്നുമല്ല, ഇവിടുത്തെ ക്ലാസ് പഠിച്ചിട്ടല്ല, ഇവിടുത്തെ പാഠം പഠിച്ചിട്ടല്ല, ആമേൻ, ഇവിടുത്തെ ദേശക്കാരും പറഞ്ഞു തന്നതല്ല, പിന്നെയോ സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്ന വെളിപ്പാടാ. യേശു ആരാണെന്ന് നിന്റെ അകത്ത് കത്തിയത്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ആരാണെന്ന് കത്തണമെങ്കിൽ, നിന്റെ അകത്ത് വെളിപ്പെടണമെങ്കിൽ, ഇവിടെ നിന്നും പറഞ്ഞോ വായിച്ചോ കേട്ടാ പോരാ. ആമേൻ. സ്വർഗീയ വെളിപ്പാട് നിന്റെ അകത്ത് കയറണം. ഈ വെളിപ്പാട് കയറിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പറഞ്ഞു, പത്രോസേ, നിനക്കിത് വെളിപ്പെടുത്തിയത് ആരാന്നറിയാമോ? ആമേൻ, പിതാവായ ദൈവമാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നീ പത്രോസാണ്, ഈ പെട്രാമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആമേൻ. പത്രോസിന്റെ വിശ്വാസത്തെ ആമേൻ ക്രിസ്തുവാകുന്ന പാറമേൽ ചേർത്ത് വെച്ച് പണിതതാണ് എന്ത്? ദൈവസഭ അഥവാ എക്ലീസിയ എന്ന് പറയുന്നത്. എന്തിനാണ് ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, യേശുവിനെ കുറിച്ച് പല അഭിപ്രായങ്ങളാ. ആമേൻ, അവനാണ്, ഇവനാണ്, അങ്ങനെയാണ്, ഇങ്ങനെ. അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞത് അങ്ങനെയല്ല, ചുമ്മാ പറയുന്നത്, വെറുതെ ആരാണ്ട് പടച്ചുവിടുന്നത്. ആമേൻ. യേശു ജനിച്ചിട്ടുണ്ടോ, ജീവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒന്നുമില്ല. ഏറ്റിക്കോവിന് പറഞ്ഞതുപോലെ ആമേൻ, പല പുള്ളികൾ ആമേൻ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, യേശു ആരാണെന്ന് അനുഭവിക്കുന്നവനെ അത് അറിയാൻ കഴിയത്തുള്ളൂ. ജീവിതത്തിലെ നാൾക്കവരയിൽ ഇരുണ്ടുകൂടിയ പ്രതിസന്ധിയുടെ നടുവിൽ പാപത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ ആരാരും സഹായിപ്പാനില്ലാതെ ജീവിതം അവസാനിപ്പിക്കാൻ തുടങ്ങിയ സ്ഥാനത്ത് അകത്തലങ്ങിലേക്ക് ഇറങ്ങി വന്ന് ആത്മാവിൽ പ്രകാശം നൽകി കൂരിട്ടിൽ നിന്ന് ദിവ്യമായ പാന്താവിലേക്ക് നടത്തിയെടുത്ത് ജീവിതത്തിൽ ധന്യകരമായ വിടുതലുകൾ പകർന്ന ആമേൻ ഒരുവനുണ്ടെങ്കിൽ, ഒരേ ഒരുവനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവാ. അതുകൊണ്ടല്ലേ ഈ ആരാധനയുടെ മഹത്വം തിരിച്ചറിഞ്ഞ കോരഹുപുത്രന്മാര് ഈ 84-ാം സങ്കീർത്തനത്തിലൂടെ ആ പാട്ടങ്ങ് പാടുകയാ. അവര് പാടുന്നതിനകത്തെ 3 പ്രധാന കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് ഓർപ്പിക്കാനാണ് ഇന്ന് താല്പര്യപ്പെടുന്നത്. 3 പ്രധാന കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഭൂതകാലത്തെ അവരുടെ അധിവാസം എങ്ങനെയായിരുന്നു എന്നും, 2, വർത്തമാനകാലത്ത് ഇപ്പോൾ അവരുടെ അധിവാസം എന്താണെന്നും, ഭാവി കാലത്ത് അവരെവിടെ വസിക്കുമെന്നും ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ ആരായിരുന്നു, എങ്ങനെയായിരുന്നു, സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് അവർ വെളിപ്പെടുത്തുന്ന ഒരു വാക്യം ഈ സങ്കീർത്തനത്തിലുണ്ട്. ആ വാക്യം ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. 10-ാം വാക്യം. പല ചിന്തകൾ പറയാനുണ്ടെങ്കിലും എല്ലാം പറയാനുള്ള സമയമില്ല. 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ. ഇന്നലകളിൽ അവര് പാർത്തുകൊണ്ടിരുന്ന കൂടാരം ഏതായിരുന്നു? ദുഷ്ടന്മാരുടെ കൂടാരം. അതെന്നെ, മനോഹരമായ നല്ലൊരു വീടാണെങ്കിലും ദൈവസാന്നിധ്യമില്ലെങ്കിൽ പിശാചിന്റെ വാട മണക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ, ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന ഭവനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ദൈവം നമ്മോടുകൂടെ ഒരുമിച്ച് പാർക്കുന്ന ദൈവിക സാന്നിധ്യം
നിന്റെ കൂടാരത്തിൽ ഇല്ലെങ്കിൽ ദൈവപൈതലെ നീ ഓർക്കണം, പലതും നിന്റെ കൂടാരത്തിൽ നിന്ന് നഷ്ടമാണ്. യോബ് ഒരിക്കൽ പറഞ്ഞു, എന്റെ വീട്ടിൽ, എന്റെ കൂടാരത്തിൽ ദൈവത്തിനൊരു സഖ്യത ഉണ്ടായിരിക്കണം. ദൈവവും ഞാനുമായി ഒരു ഉടമ്പടി ചെയ്യുന്ന ആ വലിയ ബന്ധത്തിലായിരിക്കണം എന്റെ കൂടാരം ഉണ്ടായിരിക്കേണ്ടത്. എന്റെ കൂടാരത്തിൽ ദൈവത്തിനൊരു സഖ്യത, ദൈവവുമായുള്ള ഒരു സഖ്യത എനിക്കുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർക്കുന്നതിനേക്കാൾ, അപ്പോ ഇവരുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ എന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർത്തൊരനുഭവമാണ്. നമുക്കറിയാം, നാം എല്ലാം പല ഭവനങ്ങളിലും പലയിടങ്ങളിലും പാർക്കുന്നവരാണ്. പക്ഷെ നമ്മൾ പാർക്കുന്ന ഇടത്തെ, നമ്മുടെ ഭവനത്തിൽ ദൈവവുമായുള്ള ബന്ധവും സാന്നിധ്യവും എങ്ങനെയുണ്ട് എന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ കൂടെ ഈ അവസരം ഒന്ന് വിനിയോഗിക്കുന്നത് നല്ലതാണ്. മട്ടുപ്പാവും ഉന്നതമായ കൊട്ടാരവും നല്ല നിലകളിലുള്ള ഭവനങ്ങളുമൊക്കെ ഇപ്പോൾ ഒത്തിരി വർദ്ധിച്ചു വരിക. ഒത്തിരി ഉണ്ട്, ഒത്തിരി ഭവനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞതുപോലെ ഒത്തിരി വീടുകളുണ്ട്, പക്ഷെ ഭവനം കുറവാണ്. ഭവനം എങ്ങനെയാ? ഈ ഭവനം എന്ന് പറഞ്ഞാൽ എന്താ? ഭവനം എന്ന് പറയുന്നത് കേവലം ഈ കല്ലും മണ്ണും കൊണ്ട് സിമെന്റും കൊണ്ട് പണിതിരിക്കുന്ന ഇതല്ല. ഭവനം എന്ന് പറയുന്ന ആ വീട്ടിനകത്തുള്ളവരുടെ യോജിപ്പും സന്തോഷവും ദൈവിക സാന്നിധ്യവും, ആ വീട്ടിനകത്തെ ആത്മീക നന്മകളും ഭൗതിക നന്മകളും, ആ വീട്ടിനകത്തുള്ള ദൈവകൃപയുമൊക്കെയാ ഭവനം എന്ന് പറയുന്നത്. ഒരു വലിയ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഞാൻ വായിച്ചു, വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ: കല്ലും മണ്ണും കാശും ഉണ്ടെങ്കിൽ വീട് പണിയാം, പണിയുന്നതിന് ഒരു കുഴപ്പമില്ല, നല്ല വീട് പണി. പക്ഷെ ഭവനം പണിയാനൊക്കത്തില്ല. ഹോം ദൈവസാന്നിധ്യമുള്ള ഭവനമാണ് ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട ഭവനം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ ദൈവസാന്നിധ്യമുണ്ടോ? ഉണ്ടോ? ഒരു സമയത്തൊക്കെ പെന്തക്കോസ്തുകാരുടെ ഭവനങ്ങളിൽ, പ്രത്യേകിച്ച് വേർപെട്ട ദൈവമക്കളുടെ ഭവനങ്ങളിൽ രാവിലെയും വൈകിട്ടുമൊക്കെ പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങുമായിരുന്നു. പക്ഷെ ഇന്നതെല്ലാം മാറിപ്പോയി. എല്ലാവരും ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ സംസാരിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്ററെ, ഇങ്ങോട്ട് വന്നാൽ മക്കളാണെങ്കിലും ശരി, അപ്പനാണെങ്കിലും ശരി, വീട്ടിലുള്ള വേണ്ടപ്പെട്ടവരാണെങ്കിലും ശരി, എല്ലാവരും ഈ തൂക്കുന്ന സാധനവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക. ഏതാ? കയ്യിലൊരു തൂക്കുന്ന സാധനമുണ്ട്, ഇങ്ങനെ തൂക്കും, തൂത്തു മാറുക. പണ്ട് ആ തൂത്തുമാറുന്ന സമയം പ്രാർത്ഥനയുടെ സമയമായിരുന്നു. ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ആത്മീയ അനുഭവവും ദൈവസാന്നിധ്യവും. ഒരു കാലത്ത് പ്രായമുള്ളവരായ അപ്പനമ്മമാർ അവരിന്ന് വീട്ടിലില്ല. അവർ കഴിഞ്ഞ കാലങ്ങളിൽ മുട്ടുകുത്തി മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ദൈവസന്നിധി പ്രാപിച്ച ദൈവിക വിടുതലാ തലമുറയ്ക്ക് ഇന്ന് കാണുന്ന ഈ നന്മയെല്ലാം കിട്ടിയത്. പക്ഷെ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ന് തൂത്ത് കിടക്കുക. ഇന്ന് ദൈവകൃപയില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ആത്മീയ സന്തോഷമില്ല, ദൈവശക്തിയില്ല. ഇതിനൊക്കെ എവിടെയോ ഒക്കെ ചോർച്ച സംഭവിച്ചു. എന്നാൽ ഒരു കാര്യം ദൈവം കൊണ്ട് പറയാം, ആ അനുഭവത്തിലേക്ക് നാം ഒന്ന് മടങ്ങി വന്നേ മതിയാകൂ. പ്രാർത്ഥനാനുഭവങ്ങളിലേക്കൊന്നും മടങ്ങി വരുവാൻ ഇന്ന് ഈ സായാഹ്ന വേളയിൽ പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുക. സ്തോത്രം. നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണോ? വാക്യങ്ങളൊന്നും ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടണോ? നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകണമോ? ഒറ്റ കാര്യം, പ്രാർത്ഥന വീട്ടിൽ കുറയാതിരിക്കട്ടെ, പ്രാർത്ഥന കുറയാതിരിക്കട്ടെ, ആരാധന കുറയാതിരിക്കട്ടെ. പ്രത്യാശയും ധൈര്യവും ദൈവകൃപയും പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ നിലനിൽക്കാൻ കഴിയുന്നെങ്കിൽ അവിടെയാണ് വലിയ വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നത്. എൻ്റെ അനുഭവത്തിലെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഞാൻ ജനിച്ചു വളർന്നത് പീരുമേട്ടിലാണ്. പീരുമേട് ആലമ്പടി എന്ന് പറയുന്ന എസ്റ്റേറ്റിലാണ് ജനിച്ചു വളർന്നത്. അവിടെ നിന്ന് എൻ്റെ അമ്മച്ചി കണക്ക് തീർത്ത് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിൽ ജോലി തീർത്ത് ഞങ്ങൾ 8-ാം മൈൽ പാമ്പാടി വന്നു. 10-20 സെന്റ് സ്ഥലവും ആ വഴി വേണ്ടതുപോലെ ഇല്ലെങ്കിലും അന്ന് 20 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും മേടിച്ചു. നിങ്ങൾക്കറിയാമോ, എൻ്റെ അമ്മച്ചിയുടെ കണക്ക് തീർത്തി ഇവിടെ വന്നു. ഒരു ചെറിയ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ
അതിൻ്റെ ആരംഭകാല ശുശ്രൂഷയുടെ സമയമായിരുന്നു. ഈ വീട് കെട്ടാൻ കഴിയാതെ 1 വർഷം അത് നനഞ്ഞു പോയൊരു സന്ദർഭമുണ്ട്. എൻ്റെ പെടലിയിൽ 2 പാടുണ്ട്. ഞാനന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയമായുമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ മരുന്ന് ചെയ്യുകയില്ല. ഒരു ചെറിയ മുഴ പോലെ വന്നതാ. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ മരുന്ന് ചെയ്യുകയില്ല. തീരുമാനമെടുത്തു. ഇതങ്ങ് വലിപ്പത്തിൽ വന്നു, 2ആയിട്ട് അങ്ങോട്ട് കൂമ്പി, വലിയ 2 മുഴ പെടലിയിൽ. ഞാനൊരു ടർക്കിയൊക്കെ തോളയിട്ട് നടന്നു. പലപ്പോഴും ആ നിലകളിൽ ആ സമയത്ത് ഇങ്ങനെ വീട് പോലും കെട്ടാൻ കഴിയാതെ ഈ മഴയുടെ മാസങ്ങളിൽ ചോർന്നൊലിച്ച് അതിൻ്റെ ഒരു മൂലയ്ക്ക് ഞാനും എൻ്റെ അമ്മയും നാട്ടിൽ വന്ന് താമസമായതേ ഉള്ളൂ. വലിയ പരിചയമൊന്നും നാട്ടിൽ ബന്ധമില്ല. ബന്ധപ്പെട്ട 1-2 കുടുംബങ്ങളുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വളരെ ഭാരത്തോടെ കഴിഞ്ഞുകൂടിയ ദിവസങ്ങളുണ്ട്. പെടലിൽ കൂടെ പഴുപ്പൊഴുകുക, കുത്തി ഞെക്കി പൊട്ടിച്ച് 4 ചിരട്ട പഴുപ്പ് ഇതിനകത്തുനിന്ന് പോയി, ഒരാണി ഇതിനകത്തുനിന്ന് പോയി. ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു വിടുക. ഞാൻ പറഞ്ഞത് ധൈര്യം ചോർന്നു പോകത്തക്ക നിലയിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. എങ്കിലും ഒരു കർത്തൃദാസൻ തൻ്റെ പെടലിൽ ക്യാൻസർ വന്നതിൻ്റെ ഒരു ട്രാക്റ്റ് എനിക്ക് തന്നു. അത് വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആശുപത്രി പോകത്തില്ല, ഞാൻ ദൈവത്തോട് ചെയ്ത തീരുമാനം അനുസരിച്ച് നിൽക്കും. പെടലിൽ കൂടെ പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുക. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഉടുപ്പ് മാറണം. പഴുപ്പിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, ശക്തിയേറിയ ശുശ്രൂഷ അന്ന് ചെയ്തതുപോലെ ഇതുവരെ ചെയ്തിട്ടില്ല. ഒറ്റ ദിവസം പോലും മെനക്കെടാതെ ഏലപ്പാറയ്ക്കടുത്ത് ചിന്നാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനന്ന് ശുശ്രൂഷിക്കുന്നത്. ആമേൻ. ഒരു ചെറിയ സഭയാണ്, ചുരുങ്ങിയ പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ആരംഭ പ്രവർത്തനമാണ്. എന്നാൽ അനേക ആത്മാക്കളെ ദൈവം തന്നു. അത്ഭുതങ്ങൾ ആമേൻ ദൈവം ചെയ്തു. ഈ പ്രതിസന്ധികളുടെ നടുവിൽ വലിയ വേദനകളും വിമിഷ്ടവും പ്രതികൂലങ്ങളും സഹിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ നടുവിലൂടെ കടന്നു പോയപ്പോൾ ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അത്ഭുതകരമായ ചില പ്രവർത്തികൾ ദൈവം ചെയ്തു. സ്തോത്രം. ഒത്തിരി പ്രതിസന്ധികൾ കുമിഞ്ഞുകൂടി ആ വിഷയത്തിൽ. എനിക്കൊരു വിവാഹം വന്നു. ആ വിവാഹത്തിന് ആലോചിച്ച് ആളുകളെല്ലാം കൈവിട്ടു. കാരണം അവർക്കറിയാം, പെടലിൽ കൂടെ പഴുപ്പ് ഒഴുകുന്നവന് പെണ്ണിനെ കൊടുക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഒരു നിലയിലും ഞാൻ ആശുപത്രിയിൽ പോകത്തില്ല. അവനത് ഇട്ടേച്ചു പോയി. ആമേൻ. ഒത്തിരി പേര് പറഞ്ഞു ക്യാൻസറാണ്, 1000 കണ്ണിയാണ്. പ്രതിസന്ധികൾ വർദ്ധിച്ചു. ആമേൻ. വീട് കെട്ടാൻ നിവൃത്തിയില്ല. എല്ലാം ആകപ്പാടെ തകർന്ന് തരിപ്പണമായി. എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, 20 സെന്റ് വിറ്റാലും നീ ആശുപത്രി മെഡിക്കൽ കോളേജിൽ പോകണം. ആമേൻ. ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തോട് ഒരു തീരുമാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, 6 മാസം ഒരു ടർക്കിയും തോളയിട്ടുകൊണ്ട് നടക്കേണ്ടി വന്നു. എന്നാൽ എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുമാറ് ദൈവത്തിന്റെ കരം വെളിപ്പെടുവാനിടയായി തീർന്നു. ആമേൻ. 6 മാസം. ആമേൻ. എൻ്റെ അമ്മച്ചിയുടെ ഒരു കച്ചമുറി കീറി ദൈവമൊക്കെ 2 പാട് ഇപ്പോഴും ഉണ്ട്. PM ബിലിസാർ ടോർച്ച് അടിച്ച് നോക്കി വെച്ച് റോണി എന്ന് പറയുന്ന ഡ്രൈവറോട് പറഞ്ഞു, എൻ്റെ ആത്മീയ ഗുരുവാണ് ബിലിസാർ, കോട്ടയത്തെ PM ബിലിസാർ, അദ്ദേഹം നിത്യത വിശ്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, വേഗം റോഡിൽ കാർ എടുക്കുക, അവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പച്ചാ ഞാൻ പോകത്തില്ല, ഞാനൊരു തീരുമാനമെടുത്തു. എന്നോട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ 2 നിറഞ്ഞു. എന്നോട് ചോദിച്ചു, നിനക്ക് ധൈര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. എന്റെ കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചെങ്കിൽ, എനിക്ക് രോഗശാന്തി എന്റെ ദൈവം തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അന്ന് അത്ഭുതത്തിന് വേണ്ടി ദൈവസന്ധി മുഴങ്കാലും അടക്കി 6 മാസം ഒരു ടർക്കിയും തോളയിട്ട് പഴുപ്പൊഴുകുന്നവനായി ഞാൻ നടന്നെങ്കിലും, നിങ്ങൾക്കറിയാമോ, ആളുകളെല്ലാം പറഞ്ഞു മരണമാണ്. എന്റെ മുമ്പിൽ വെച്ച് 500 രൂപ ബെറ്റ് വെച്ച ആളുകളുണ്ട്. ആ 500 രൂപ ലാസ്റ്റ് എനിക്ക് തന്നു. ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ് ബെറ്റ് വെച്ച ആളുകളുണ്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, അത്ഭുതങ്ങളുടെ ദൈവം ശക്തിയേറിയ ചില വിടുതലുകൾ അയച്ചു തന്ന് അത്ഭുതകരമായി സഹായിപ്പാൻ തക്കവണ്ണം മതിയായവരാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുവാനിടയായി. ഈ വീടെല്ലാം ചോർന്ന് ഇതിനൊന്നും ചെയ്യാൻ കഴിയാതെ, പരിഹരിക്കാൻ കഴിയാതെ കടന്നു. ഒരു ദിവസം ഒരു ദൈവദാസനെ ദൈവം അവിടേക്ക് അയച്ചു. ഞാൻ അറിയാത്ത ഒരാള്. അവര് വന്നിട്ട് കണ്ടിട്ട് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർക്കൊരു ടീമുണ്ട്. ആ ഞായറാഴ്ച തന്നെ വന്ന് വീട് കെട്ടി അവരൊരു വലിയ സുവിശേഷ യോഗം അവിടെ നടത്തി. അത്ഭുതത്തിന്റെ വലിയൊരു ശുശ്രൂഷ ആ വീടിനകത്ത് ചെയ്യാനിടയായി. ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. തകർച്ചകളുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ ആമേൻ, ഒരു ദൈവം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധൈര്യം അവന്റെ അകത്തലങ്ങളിലുണ്ട്. എന്താണെന്നറിയാമോ, അവന് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരം വ്യാപരിച്ചു കൊണ്ടിരിക്കുക.
അനവധി അനുഭവങ്ങളിലൂടെയാ ഈ സത്യസുവിശേഷം ഇന്നും സുവിശേഷവുമായി പലയിടങ്ങളിൽ കടന്നുപോയി സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ജീവിതത്തിൽ കർത്താവ് നൽകി തന്ന വിടുതലിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരികയില്ല. അതാരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. പിന്നെയോ കർത്താവിൻ്റെ സാന്നിധ്യം അകത്തലങ്ങളിൽ ആത്മാവിൽ ആളിക്കത്തുമ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില വിടുതലുകൾ. ഞാൻ പറഞ്ഞത്, കുടുംബത്തിലെല്ലാം ചോർച്ച സംഭവിച്ച് തകർന്ന സ്ഥാനത്ത് ആ ഭവനം പണിതെടുത്ത് മനോഹരമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം നീട്ടപ്പെട്ടു. ആമേൻ. ആ യോഗങ്ങളിൽ ഒരു ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു, ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ദേശത്തൊരു വിടുതലായി മാറി, അത്ഭുതമായി മാറി. ആമേൻ. അതിനകത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ ദൈവം കണ്ടു. ആമേൻ. അതിന്റെ കാരണം അത്രയും എല്ലാം കൊണ്ടും തകർന്നൊരു കുടുംബത്തിൽ കരയുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ കണ്ട് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം ആ കുടുംബത്തെ നിറച്ച്, ജീവിതത്തെ നിറച്ച് അത്ഭുതകരമായ വിടുതൽ നൽകിയ അനുഭവം ജീവിതത്തിലൂടെ ഞാൻ പങ്കുവയ്ക്കുക. എന്തിനാ ഞാനത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ദൈവ സാന്നിധ്യം നിന്റെ വീട്ടിലുണ്ടോ, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. രോഗം വരട്ടെ, പ്രതിസന്ധി വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, ഇന്ന് ഈ സായാഹ്ന വേളയെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിലനിൽപ്പാൻ കഴിയാതെ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഉറപ്പോടൊരു കാര്യം പറയാം, നിന്റെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ഈ ദിവസങ്ങളിൽ സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എന്റെ ദൈവം മതിയായവനാണ്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ ദൈവ സാന്നിധ്യമുള്ള അനുഭവത്തിൽ വസിക്കുകയാണ്, അവനെ പ്രാകാരത്തിൽ വസിക്കുകയാണ് നല്ലതെന്ന് ഇവിടെ കോരകൂത്രന്മാര് പാടുകയാണ്. അപ്പോൾ ഒന്ന്, ഇവരുടെ ഭൂതകാലം എന്ന് പറയുന്നത് ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിലാണ് ഇവർ പാർക്കുന്നത്. സമയത്തിന്റെ പരിമിതി കൊണ്ട് വേറെ വാക്യങ്ങളൊന്നും ഞാൻ എടുത്തു വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. രണ്ടാമത് നാം ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇവര് വർത്തമാനകാലത്തിൽ ഇവരെവിടേക്കാ വസിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കത് കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഇവര് കടന്നു പോകുന്ന ഒന്ന്, ആലയത്തിൽ കാവൽക്കാരായിരിക്കാനായിട്ട് ഇവർക്ക് ഇഷ്ടമാണ്. ഇവര് പറയാ, ദൈവാലയത്തിൽ ആരാധനയും മനോഹരതയും യാഗപീഠവും ശുശ്രൂഷകളും ഒക്കെ കണ്ടപ്പോൾ ഇവര് പറയാ, ഇനി വേറെ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടുത്തെ സൂക്ഷിപ്പുകാരായിട്ടങ്ങ് വസിക്കാനാ ഞങ്ങളുടെ താല്പര്യം. ഇത് അനുഭവിച്ച ദാവീദ് പറഞ്ഞല്ലോ, ഒന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അത് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുസ് മുഴുവൻ അവിടെ പാർക്കാനും മാത്രമാണ് എൻ്റെ താല്പര്യം. നോക്കണേ, ആ ആരാധന മനോഹരത കണ്ടപ്പം പറയാ, ഇവിടെ വിടാതെ ഇതിൻ്റെ ഒരു സൂക്ഷിപ്പുകാരായിട്ടിരുന്നാൽ കൊള്ളാം, അവിടെ പാർത്താ കൊള്ളാം എന്നാ ഞങ്ങളുടെ താല്പര്യം. നോക്കണേ, ആരാധനയെ തിരിച്ചറിഞ്ഞപ്പോൾ, ആത്മീക സത്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ, വിടുതൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ, ഒന്നുകൂടെ പറഞ്ഞാൽ പിതാക്കന്മാർ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയ സ്ഥാനത്ത് ജീവനും വിടുതലും അനുഭവിച്ചറിഞ്ഞപ്പോൾ അവര് പറയുക, ഇനി വിടിയാതെ ഇതിന്റെ കാവൽക്കാരായിട്ടിരിക്കാനാ ഞങ്ങൾക്ക് താല്പര്യം. അതെന്നെ, ഇതിന്റെ കാവൽക്കാരായിട്ടിരിക്കാനാ ഞങ്ങൾക്ക് താല്പര്യം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആലയം എന്ന് പറയുമ്പോൾ വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. കേവലം ഈ കാണുന്ന പുറമേ ഉള്ള ആലയങ്ങളല്ല ആലയം. ഇവിടെ പരിശുദ്ധ സ്ഥലമെന്ന് അളന്നെടുക്കാൻ പറ്റിയ ഒരു സ്ഥലവും ഇല്ല. യെരുശലേം പോലും പരിശുദ്ധമല്ല, വിശുദ്ധ സ്ഥലത്താണ്. ഇത് വിശുദ്ധ സ്ഥലമാണ്, ഇത് ആലയമാണ്, ഇത് വലിയ ദൈവം വസിക്കുന്ന ഇടമാണെന്ന് പറയത്തക്ക നിലയിൽ ഈ ഭൂമിയിൽ ഇന്നൊരു പരിശുദ്ധ സ്ഥലമില്ല. പിന്നെ ദൈവം വസിക്കുന്ന ആലയം പറയാം നാമ. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയം ദൈവസഭയാ. ജീവിതങ്ങളെ രൂപപ്പെടുത്തി എടുത്തുകൊണ്ട് പാപത്തിൽ നിന്ന് വേർതിരിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനുള്ള സഭ പണിതുകൊണ്ടിരിക്കുക. അപ്പോസ്തലന്മാരുടെ കാലത്ത് നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ട 3000 പേര് അവര് സ്നാനമേറ്റു. അവിടെ 7 അടിസ്ഥാന ഉപദേശങ്ങൾ അവിടെ തന്നെ പഠിക്കാൻ കഴിയും. ഇപ്പോഴൊന്നും വിശദീകരിക്കുന്നില്ല. ദൈവസഭയുടെ ഉദ്ഘാടനം
എപ്പോഴാണെന്നറിയാമോ? പെന്തക്കോസ്ത് നാളിൽ അവൻ പരിശുദ്ധാത്മാവിനാൽ 3000 പേരെ സ്നാനം ഏറ്റെടുത്ത് അഭിഷേകത്താൽ നിറയപ്പെട്ട ഒരു കൂട്ടം ജനം പുറത്തു വന്ന് അന്ന് ആരംഭിച്ച സഭയുടെ തുടക്കം ഇന്നും അതേ ആത്മാവിൽ ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുക, അതേ ഉപദേശത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുക, അതേ വചനത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഈ വചനത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെയും ദൈവം ഇവിടെയും ദൈവം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി ഉപദേശങ്ങളും ദുരുപദേശങ്ങളും വല്ലാത്ത ഉപദേശങ്ങളും ആകാത്ത ഉപദേശങ്ങളും ഇപ്പോ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഈ വചനത്തിന്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് വിളിക്കപ്പെട്ട ദൈവമക്കൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുവാൻ നിലനിൽക്കുന്നത്, ആരാധിക്കുന്നത്, ആത്മീയമായി മുന്നേറുന്ന ആ അനുഭവത്തിനകത്തു നിന്നാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. ഇപ്പൊ സമയം എത്രയെന്ന് ചോദിച്ചാൽ പലരുടെയും വാച്ച് നോക്കിയാൽ പല സമയമാണ്. പക്ഷേ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമുണ്ട്. ആ ടൈമാണ് കറക്റ്റ് ടൈം എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനമാണ് ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന വ്യവസ്ഥ. ആ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്ന സഭയാണ് സഭ. എല്ലാ സമയവും ഒന്നും സമയമല്ല. പക്ഷെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണെങ്കിൽ ഞങ്ങൾ പറയുന്നു ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുന്ന ദൈവസഭ. ഈ ദൈവസഭയ്ക്ക് കാവൽ നിൽക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചു. റോസാമരിയിലുള്ള മുഴുവൻ അംഗങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുവാൻ ദൈവം നിന്നെ വിളിച്ചു. ഒരു വലിയ ഉത്തരവാദിത്തമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. കർത്തൃദാസി പ്രിയ റോസിന് സിസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ആത്മഭാരത്തോടുകൂടെ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ, ഇതിന്റെ അഡ്മിനിസ് നിർവഹിക്കുമ്പോൾ, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന ചിലരുണ്ട്. ആമേൻ. ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. ആമേൻ. ആത്മാക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, ഇതിൽ കാവൽക്കാരായിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുക. ഈ കാവൽക്കാരന്റെ പ്രത്യേകത എന്നറിയോ? ഏത് സമയത്തും കണക്ക് പറഞ്ഞേ പറ്റൂ. കാവൽക്കാര രാത്രി എന്തായി? ഒരു ചോദ്യം വരിക കേട്ടോ. ഈ രാത്രിയിൽ ഒരു ചോദ്യമുണ്ട് കേട്ടോ. ആരോടുമില്ലാത്തൊരു ചോദ്യം നിന്നോടുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിന്നോടൊരു ചോദ്യമുണ്ട്. ഉറക്കം തൂങ്ങിയിരിക്കരുത് കേട്ടോ. മടുത്തും ക്ഷീണിച്ചും മരവിച്ചും ഇരിക്കരുത്. നിന്നെ ഏൽപ്പിച്ചെടുത്ത ഈ ദിവസങ്ങളിൽ കൊത്തളങ്ങളിൽ നിന്ന് ഞാൻ വാക്യങ്ങൾ എടുക്കുന്നില്ല. ഹബക്കൂക്കിന്റെ പ്രവർത്തനം ഇങ്ങനെ വായിക്കുന്നു: കൊത്തളങ്ങളിൽ നിന്ന് ഞാൻ കാവൽ നിൽക്കുമ്പോൾ ദൈവം എന്നോട് അരുളി ചെയ്തു, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതതിന്റെ സമാപ്തിയിലേക്ക് ഓടുന്നു, സമയം വൈകിയാലും നിറവേറും. കാരണം കാവൽ നിൽക്കുന്ന പ്രവാചകൻ അറിയാം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരായി, വാക്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും അങ്ങോട്ടെങ്ങും കടക്കുന്നില്ല, നിൽക്കാൻ ആഗ്രഹിച്ചു. ആരെ? കോരകപുത്രന്മാരെ. അടുത്ത് നാം ഇങ്ങനെ വായിക്കുന്നു: പ്രാകാരങ്ങളിൽ വസിക്കുവാൻ അവരാഗ്രഹിച്ചു. പ്രാകാരത്തിന്റെ പ്രത്യേകത എന്നാ? കുരുകിലും മീവരും ഒരു കൂട് കണ്ടെത്തിയത് പ്രാകാരത്തിലാ. ഏറ്റവും ചെറിയ പക്ഷികളാണ്. ആര് കണ്ടാലും കാര്യമാക്കാത്ത ചെറിയ 2 പക്ഷികൾ. അവരോടൊന്ന് ചോദിച്ചേ, അവരുടെ കൂടെ എവിടാന്ന് ചോദിച്ചേ, അവര് പറയുക യാഗപീഠത്തിലാണ് ഞങ്ങൾ കൂട് കണ്ടെത്തിയത്. ഹല്ലേലൂയ. ഈ യാഗപീഠത്തിൽ കൂട് കണ്ടെത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യാഗപീഠം എന്ന് പറയുമ്പോൾ വിശദീകരിക്കുന്നില്ല. ലേവ്യാപുസ്തകം നാം പഠിച്ചാൽ യാഗമൃഗത്തെ കൊണ്ടുവന്നു, അതിൻ്റെ മേൽ കൈവച്ചു, തോലുരിച്ചു, ഖണ്ഡം ഖണ്ഡമായി നുറുക്കി, കുടലും കാലും കഴുകി, സ്തോത്രം, അതിൻ്റെ മാംസം യാഗപീഠത്തിൽ വെച്ച് അത് കത്തിക്കാളി. അതിൻ്റെതായിരിക്കുന്ന ആ പുക ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ, ആ യാഗം സ്വർഗം മണക്കുമ്പോൾ, ആരാധനയ്ക്ക് യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്ന യാഗവസ്തു ആരുടേതായിരുന്നുവോ അവരെന്ത് കിട്ടുക? അവന്റെ പാപത്തിൽ നിന്നൊരു മോചനം താൽക്കാലികമായി കിട്ടുക. എന്നാൽ ഈ യാഗപീഠം കാൽവറിയിൽ പരമയാഗമായ യേശു ക്രിസ്തുവിന്റെ നിഴല. ഈ യാഗപീഠത്തെ കുറിച്ച് എനിക്ക് വാഞ്ചിക്കുന്നു, മോഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതുപോലെ ഭയാനകമായൊരു സ്ഥലം വരെ ഇല്ല. അവിടെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഒരു കൊരണ്ടിപ്പലക പോലും ഇല്ല, ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാ നിമിഷവും അറപ്പും കഴുകലും
ശുദ്ധീകരണവും ഇതിനകത്ത് ഈ ഇറച്ചി കൊണ്ടുവന്ന് വെച്ച് ദൈവസന്നിധിയിൽ വെച്ച് അതിനകത്ത് തീപിടിപ്പ് കാര്യമൂരണ്ട വല്ലാത്തൊരു അന്തരീക്ഷം. കത്തിക്കാളുക. ഇതെന്തിനെ കുറിക്കുന്നു? ദൈവക്രോധാഗ്നിയിൽ വെന്തെരിഞ്ഞ ദൈവപുത്രനെ നിങ്ങൾ കണ്ടോ? ചൂടാമാന അന്തരാജന, അവനെ പോലെ സുന്ദരനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ യെശയ്യാപ്രവചനത്തിൽ അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി വിരൂപനായി തീർന്ന് തന്റെ കൈകാലുകളെ ഏൽപ്പിച്ചു കൊടുത്ത് ആ യാഗപീഠത്തിൽ തന്നെ താൻ സമർപ്പിച്ച കാഴ്ച നിങ്ങൾ കണ്ടാൽ, ആ യാഗപീഠത്തിൽ അവനെ തന്നെ സമർപ്പിച്ച് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആട്ടുകൊറ്റന്മാരുടെ പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നേടിയെടുത്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല മഹാപുരോഹിതൻ. ആ യാഗപീഠം കത്തിക്കാളുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പാപം മോചിച്ച ഇടമതാ, എൻ്റെ രോഗം സൗഖ്യമാക്കുന്ന ഇടമതാ, എനിക്ക് അഭിവാഞ്ജയുള്ള ഇടമതാ. എവിടെ? അപ്രാകാരത്തിലെ യാഗപീഠം. അതുകൊണ്ട് ഗോരപുത്രന്മാര് പറയാം, ഞങ്ങൾക്ക് അവിടെ താമസിച്ചാൽ മതി, ഞങ്ങൾക്ക് അവിടെ താമസിച്ചാൽ മതി. ഇന്ന് ഈ വചനം കേൾക്കുന്ന ജീവിതങ്ങളെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്റെ കർത്താവിന്റെ കാൽവരി ക്രൂശിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാ. നീ പാർക്കേണ്ട ഇടം അവിടെയാണ് നിനക്ക് വേണ്ടി സകലവും പൂർത്തീകരിച്ചത്. ടെറ്റലസ്റ്റായി സകലവും പൂർത്തീകരിക്കപ്പെട്ടു, സമാപ്തം, എല്ലാം തീർന്നു. നീ ചെയ്തു കൂട്ടേണ്ട സകല പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ചെയ്യേണ്ട സകലതും തീർത്ത ഇടമാ കാൽവരി. അവിടെ നിന്നുകൊണ്ട് ദൈവപുത്രൻ നിനക്ക് തരുന്ന ദിവ്യമായ സമാധാനം അനുഭവിക്കണമോ? ആ ക്രൂശിന്റെ ചുവട്ടി വന്ന് മുട്ടുകുത്തിയേച്ച് പറയണം, എനിക്ക് എൻ്റെ കർത്താവിൽ വസിക്കണം. ആ കുരുവിലും മീവലും, അത് ചെറിയ പക്ഷിയാണെങ്കിലും അത് യാഗപീഠത്തിൽ വസിക്കുന്നു. വിശ്രമം കണ്ടെത്തുന്നു, സന്തോഷം അനുഭവിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ജീവിതമേ, കർത്താവിന്റെ കരാങ്കുലികങ്ങൾ കൊണ്ട് മെനഞ്ഞ് അവന്റെ ആത്മാവിനെ പ്രവേശിപ്പിച്ച് അവൻ നിന്നെ ദൈവം ഒരുക്കിയെങ്കിൽ ആ വചനത്തിന്റെയും ദൈവികമായ അനുഭവങ്ങളുടെയും വഴിവിട്ട് മാറുവാനല്ല, അവൻ പാപപരിഹാരകനായ ക്രിസ്തുവിൽ അവൻ കടന്നു വന്ന് ആ യാഗപീഠത്തിൽ വസിക്കുവാൻ, ആരാധനയിൽ വസിക്കുവാൻ, അപ്രാകാരത്തിൽ വസിക്കുവാൻ കോരപുത്രന്മാരെ പോലെ നമുക്ക് കഴിയട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഭാവി കാലം എന്താ? എല്ലാവരും സിയോനിൽ എത്തിച്ചേരുന്നു. ഇവിടം കൊണ്ട് തീരുകയില്ല. കണ്ണുനീരിന്റെ താഴ്വര ഇതിനിടയ്ക്കുണ്ട് കേട്ടോ. 3-4 കൂട്ടം കാര്യങ്ങൾ ഇതിനിടയ്ക്ക് കിടപ്പുണ്ട്, അങ്ങോട്ടെങ്ങും പോകുന്നില്ല. ഇതെല്ലാം കടന്ന് ഒരു ദൈവപൈതൽ അവന്റെ പൂർവ്വകാലത്ത് താമസിച്ചത് ദുഷ്ടന്മാരുടെ കൂടാരത്തിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവത്തിങ്കൽ വന്നു, യാഗപീഠത്തിൽ വന്നു, കാവൽക്കാരനായിരിക്കാൻ തയ്യാറായി, ഒത്തിരി അനുഭവങ്ങളെല്ലാം പ്രാപിച്ചു, കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഇതെല്ലാം കഴിഞ്ഞ് സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്ക്. കണ്ണുനീരിന്റെ താഴ്വര നമുക്കുണ്ട്, എന്നാൽ എല്ലാം നന്മയ്ക്കാക്കി തീർത്തുകൊണ്ട് അതിനപ്പുറത്ത് ഉന്നതമായ ഉദാത്തമായ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തും. ആ വലിയ വിശ്വാസവും ധൈര്യവും ഏറ്റെടുത്തുകൊണ്ട് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട ഏവരെയും കർത്താവ് രക്ഷിക്കണമേ. യഥാർത്ഥമായി ജീവിതത്തിൽ എവിടെയായിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ ഭൂതകാല അനുഭവങ്ങൾ, ഇന്നുള്ള അനുഭവങ്ങൾ, നാളത്തെ ദൈവം ഒരുക്കുന്ന സിയോന്റെ അനുഭവങ്ങൾ, ഇതെല്ലാം ഒന്ന് ഓടിച്ച് പ്രസ്താവിപ്പാൻ അങ്ങയുടെ വചനത്തിൽ നിന്ന് അവിടുന്ന് കൃപ ചെയ്തല്ലോ. ഈ വചനം കേൾക്കുന്നവർക്കൊക്കെ വിടുതലിന് മുഖാന്തരമാകണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് എല്ലാവരെയും നിറച്ചാട്ടെ. വചനമകത്തലങ്ങളിൽ ആളിക്കത്തി ജീവിതത്തിൽ രൂപാന്തരമുള്ളവരായി കർത്താവിനോട് ഒരുമിച്ച സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഇടയാക്കണമേ. ശ്രദ്ധിച്ച എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.